ഹായ്, എൻ്റെ ഒരു വിനീത് സർക്കിളിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് 2025 ഒരു 3 കിലോവാട്ട് ഓണിംഗ് സിസ്റ്റത്തിൻ്റെ യഥാർത്ഥ പ്രൈസ് റേഞ്ച് എന്താണ്. ഈ പ്രൈസിൽ എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മൾ ഓരോരുത്തരും നോക്കുന്നത് എന്നാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഉദാഹരണത്തിന് നിങ്ങളുടെ വീടുകളിൽ ഒരു മാസം 200 യൂണിറ്റ് മുതൽ 400 യൂണിറ്റ് വരെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 2000 to 4000 രൂപയാണ് നിങ്ങൾക്ക് കറണ്ട് ബില്ല് വരുന്നതെങ്കിൽ, ഇങ്ങനെയുള്ള വീടുകൾക്കാണ് ഒരു 3 കിലോവാട്ട് ഏറ്റവും അനുയോജ്യമായി വരുന്നത്. നിങ്ങൾക്ക് ഒരു സിസ്റ്റം എങ്ങനെയാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് നേരിട്ട് കാണാനും അതിലെ ഓരോ കമ്പോണൻസും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ 15 കിലോവാട്ട് സിസ്റ്റത്തിൻ്റെ ഒരു വിശദമായ വാക്ക് ത്രൂ വീഡിയോ കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു സോളാർ കമ്പനിയിൽ നിന്നും ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ 3 കാര്യങ്ങളായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒന്നാമതായി അതിൻ്റെ ഓരോ കമ്പോണൻസിൻ്റെയും വില, പാനൽസിൻ്റെയും ഇൻവെർട്ടേഴ്സിൻ്റെയും പ്രൈസ്. രണ്ടാമതായി വരുന്നതായിരിക്കും അത് ഇൻസ്റ്റലേഷൻ ചെയ്യാനും കമ്മീഷൻ ചെയ്യാനായിട്ടുള്ള ചിലവ്. മൂന്നാമതായിട്ടുള്ളതാണ് അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ്. നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ 3 തരം പാനലുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമതായി വരുന്നതാണ് മോണോപ്പർ പാനൽസ്, രണ്ടാമത് മോണോപ്പർ ബൈഫേഷ്യൽ പാനൽസ്, മൂന്നാമതായി വരുന്നതാണ് ടോപ്പ് കോൺ ബൈഫേഷ്യൽ പാനൽസ്. ഈ 3 പാനലും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പുതിയ ടെക്നോളജി ആയിട്ട് വരുന്നതാണ് ടോപ്പ് കോൺ പാനൽസ് ആണ് വരുന്നത്. ടോപ്പ് കോൺ ബൈഫേഷ്യൽ പാനൽസ് ആണ് വരുന്നത്. അതിൻ്റെ എഫിഷ്യൻസി ആണെങ്കിലും അതിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും അതിൻ്റെ ലൈഫ് ടൈം ആണെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല പാനലായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ടോപ്പ് കോൺ പാനൽസ് ആണ്. ഇപ്പോൾ സോളാറിൻ്റെ പാനൽസിനെ കുറിച്ചുള്ളൊരു ധാരണ കിട്ടിയിട്ടല്ലോ, അതിൻ്റെ വിലയെക്കുറിച്ചും. വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, സോളാർ ഇൻവേർട്ടർ. സോളാർ പാനൽസിനെ പോലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസിൽ പെട്ടതാണ് സോളാർ ഇൻവേർട്ടേഴ്സ് വരുന്നത്. ഒരു സിംഗിൾ ഫേസ് ഇൻവേർട്ടറിന് ഏകദേശം 18,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് വില വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ മൗണ്ടിങ് സ്ട്രക്ചറിനെ കുറിച്ച് നോക്കാം. നോർമലി ഒരു സോളാർ ഇൻസ്റ്റലേഷനിൽ സാധാരണയായി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്ന മെറ്റീരിയലുകളാണ് ഗാൽവനൈസ്ഡ് അയൺ, ഹോട്ട് ഡിപ്പ് ഗാൽവനൈസ്ഡ് അയൺ, പിന്നെ വരുന്നതാണ് അലുമിനിയം മോണോറൈൽ എന്നിവയൊക്കെയാണ്. ഇതിൽ നിങ്ങളുടെ സിസ്റ്റം ഒരു ടിൻ ഷെഡിലാണ് സ്ഥാപിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ഏറ്റവും അനുയോജ്യമായത് ഒരു അലുമിനിയം മോണോറെയിൽ തന്നെയാണ്. അല്ലാത്ത പക്ഷം ചെറുതോ വലുതോമായ കെട്ടിടങ്ങളിൽ GI അല്ലെങ്കിൽ ഹോട്ട് ഡിപ്പ് ഗാൽവനൈസ്ഡ് അയൺ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നതും നിർദ്ദേശിക്കുന്നതുമായ മെറ്റീരിയൽ HDGA ആണ്, അതായത് ഹോട്ട് ഡിപ്പ് ഗാൽവനൈസ്ഡ് അയൺ. കാരണം ഇവയ്ക്ക് കൂടുതൽ കാലം തുരുമ്പെടുക്കാതെ നിലനിൽക്കാനും കമ്പാരിറ്റീവ്ലി മറ്റുള്ള മെറ്റീരിയലുകളെ അപേക്ഷിച്ച് കൂടുതൽ ലൈഫ് ടൈമും HDGAക്കാണ് വരുന്നത്. ഇനി നിങ്ങളുടെ വീട് ഒരു ഓടിട്ടത് അല്ലെങ്കിൽ ഷീറ്റ് റൂഫ് ചെയ്തതാണെങ്കിൽ അവിടെ നമുക്ക് വേണ്ടി വരുന്നത് കസ്റ്റം സ്ട്രക്ചറാണ്. ഓരോ വീടിൻ്റെയും റൂഫ് ടോപ്പ് അനുസരിച്ച് അതിന് സ്ട്രക്ചർ കോസ്റ്റ് വരുന്നത് ഏകദേശം ഒരു 3 കിലോവാട്ട് നമുക്ക് സ്ട്രക്ചർ വേണ്ടി വരുന്നത് ഒരു 20,000 to 40,000 രൂപയാണ് ഒരു 3 കിലോവാട്ടിൻ്റെ സ്ട്രക്ചർ കോസ്റ്റ് വരുന്നത്. സ്ട്രക്ചർ മാത്രമല്ല, നമ്മുടെ ഒരു സോളാർ ഇൻസ്റ്റലേഷന് കുറച്ചും കൂടെ കാര്യങ്ങൾ ആവശ്യമുണ്ട് കേട്ടോ. അതായത് ഇലക്ട്രിക്കൽ സുരക്ഷയ്ക്കായി ACDB, DCDB, ലൈറ്റിംഗ് അറസ്റ്റുകൾ, എർത്തുകൾ, വയേഴ്സ് ഇടാനുള്ള പൈപ്പുകൾ ഇവയെല്ലാം ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ഏകദേശം റേറ്റ് എന്ന് പറയുന്നത് ഒരു 13,000 to 23,000 രൂപ വരെയാണ് റേറ്റ് വരുന്നത്. ഇൻസ്റ്റലേഷൻ ആൻഡ് കമ്മീഷനിങ്, ഈ ഭാഗത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യാനും അത് ഗ്രിഡുമായി കണക്ട് ചെയ്യാനും വരുന്ന ചിലവാണ്. ഇതിനെയാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ ആൻഡ് കമ്മീഷനിങ് ചാർജ് എന്നൊക്കെ പറയുന്നത്. ഒരു സോളാർ ഇൻസ്റ്റലേഷൻ മെറ്റീരിയൽ വാങ്ങുന്നത് മുതൽ അത് വീട്ടിലെത്തിച്ച് അത് ഇൻസ്റ്റലേഷൻ ഫുൾ കംപ്ലീറ്റ് ആയി വേണ്ടപ്പെട്ട പേപ്പറുകൾ ഇലക്ട്രിസിറ്റി ബോർഡുമായി കൊണ്ടുപോയി അപേക്ഷകൾ ഫുള്ളായി പൂർത്തീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇൻസ്റ്റലേഷൻ ആൻഡ് കമ്മീഷനിങ്. സാധാരണയായി ഒരു ഇൻസ്റ്റാളർ
പ്ലാന്റ് സ്ഥാപിക്കുന്നത് മുതൽ സബ്സിഡി അപേക്ഷ വരെ പൂർത്തിയാക്കുന്നതും ഒരു ഇൻസ്റ്റാൾ തന്നെയാണ്. സോ ഇതിൻ്റെ എല്ലാം ഒരു ചെലവിനെയാണ് ഇൻസ്റ്റലേഷൻ ആൻഡ് കമ്മീഷനിങ് ചെലവെന്ന് നമ്മൾ പറയുന്നത്. ഒരു 3 കിലോവാട്ട് സിസ്റ്റം ഇൻസ്റ്റലേഷൻ ആൻഡ് കമ്മീഷനിങ് ചെലവ് വരെ മാത്രമായിട്ട് ഒരു 43,000 ടു 49,000 രൂപ വരെ ഒരു 3 കിലോവാട്ടിന് വരുന്നതാണ്. മെയിൻ്റനൻസ് കോസ്റ്റ് അവസാനമായി വരുന്നതാണ് മെയിൻ്റനൻസ് കോസ്റ്റ്. ഇതിൽ പ്രധാനമായി വരുന്നതും ആദ്യത്തെ 5 വർഷം ഓരോ 3 മാസം കൂടുമ്പോഴും വന്നുള്ള പരിശോധനയാണ്. നിങ്ങളുടെ പ്ലാന്റ് ഫുള്ളായിട്ടുള്ള ഒരു പരിശോധനയാണ്. സോ ഇതിൻ്റെ ഓരോ സോളാറിൻ്റെ എഞ്ചിനീയേഴ്സ്മാർ നിങ്ങളുടെ വീട്ടുകളിൽ വന്ന് ഓരോ 3 മാസം കൂടുമ്പോഴും അത് വന്ന് നിങ്ങളുടെ പ്ലാന്റ് ഫുള്ളായി പരിശോധിക്കുകയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവുന്നതിനേക്കാളും മുമ്പ് തന്നെ അത് പരിഹരിക്കുകയും ചെയ്യുന്നു. സോ ഈ ഒരു ഫ്രീക്വൻ്റ്ലി ഉള്ള ഒരു പരിശോധന മൂലം, അത് സൈറ്റ് വിസിറ്റ് മൂലം, ഒരു പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് മൂലം നമ്മുടെ ഓരോ പ്ലാന്റും നല്ല കാര്യക്ഷമതയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വെൻഡേഴ്സ് ഉറപ്പാക്കുന്നു. സോ ഇതിനു വേണ്ടി നമുക്ക് വെൻഡേഴ്സിന് ഒരു മുടക്ക് വരുന്നത് ഏകദേശം ഒരു 12,000 ടു 20,000 രൂപ വരെയാണ് വെൻഡേഴ്സിന് നമുക്ക് മുടക്ക് വരുന്നത്. ഇനി നിങ്ങൾ പ്രധാനമന്ത്രിയുടെ സൂര്യഘർ പ്രൊജക്ടിൻ്റെ കീഴിൽ സബ്സിഡിയോട് കൂടിയാണ് സോളാർ ഇൻസ്റ്റലേഷൻ സ്ഥാപിക്കുന്നതെങ്കിൽ ആദ്യത്തെ 5 വർഷം വെൻഡേഴ്സ് ഉറപ്പായി മെയിൻ്റനൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ആ എമൗണ്ടും കൂടെ കൂട്ടിയുള്ള ആയിരിക്കും നിങ്ങളെ വെൻഡർ അറിയിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു 3 കിലോവാട്ടിന് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന് വരുന്ന യഥാർത്ഥ പ്രൈസ് ഏകദേശം എത്രയാണെന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ GST ഇല്ലാതെ ഒരു 3 കിലോവാട്ട് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ പ്രൈസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു 3 കിലോവാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന് GST ഇല്ലാതെ 1,66,000 രൂപ മുതൽ 2,30,000 രൂപ വരെ വരുന്നതാണ്. അതുകൂടാണ്ട് സോളാറിൻ്റെ GST ഇങ്ങനെയാണ്. ലൈക്ക് സോളാറിൻ്റെ ഇൻവേർട്ടേഴ്സിനും പാനൽസിനും 12% GST ആണ് ഈടാക്കുന്നത്. ബാക്കിയുള്ള സാധനങ്ങൾക്കെല്ലാം 18%. സോ ടോട്ടൽ പ്രൈസും GSTയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 1,90,000, അതായത് 1,90,000 രൂപ മുതൽ 2,37,000 രൂപ വരെയാണ് ഒരു 3 കിലോവാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ പ്രൈസ് വരുന്നത്. ഇപ്പോൾ നമുക്കൊരു 3 കിലോവാട്ടിൻ്റെ യഥാർത്ഥ പ്രൈസ് ഒരു ഏകദേശ റേഞ്ച് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് കുറഞ്ഞുള്ള ഒരു 3 കിലോവാട്ട് സിസ്റ്റത്തിനെ സാധാരണ സിസ്റ്റമായും പ്രൈസ് റേഞ്ചിൽ കൂടിയുമുള്ള ഒരു സിസ്റ്റത്തെ പ്രീമിയം സിസ്റ്റമായും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു നിമിഷം, നിങ്ങളുടെ സോളാർ ഇൻസ്റ്റാളർ നിങ്ങൾക്ക് തരുന്ന പ്രൈസ് നമ്മൾ നേരത്തെ സംസാരിച്ച പ്രൈസിനേക്കാൾ കുറഞ്ഞോ കൂടുതലാണെങ്കിലോ? പക്ഷെ നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഒരു സോളാർ ഇൻസ്റ്റാളർ ഈ പ്രൈസിന് കുറഞ്ഞും കൂടുതലും തരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനെ നമ്മൾ 2 ആയിട്ട് തരംതിരിക്കാം. നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ വെണ്ടറുടെ കയ്യിൽ നിന്നുള്ള കൊട്ടേഷൻ നമ്മൾ നേരത്തെ സംസാരിച്ച ബെഞ്ച് മാർക്കിനേക്കാൾ കൂടുതലാണെങ്കിൽ ഈ അവസ്ഥയെ നമ്മൾ ശരിക്കും പറയുവാണെങ്കിൽ പ്രീമിയം കാറ്റഗറി എന്ന് നമുക്ക് കണക്കാക്കാം. നല്ല ക്വാളിറ്റിയുള്ള ഇൻവേർട്ടേഴ്സ്, ലൈക്ക് മൈക്രോ ഇൻവേർട്ടേഴ്സുകൾ, കാണാൻ നല്ല ഭംഗിയുള്ള സ്ട്രക്ചറുകൾ, ഫെർഗോള പോലെയുള്ള സ്ട്രക്ചറുകൾ, ഇവയൊന്നുമല്ലെങ്കിൽ നല്ല കേരളത്തിൽ തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയ കമ്പനികളിലായിരിക്കും ഇൻസ്റ്റലേഷൻ ചെയ്ത്. അതായത് അവർക്ക് ഒരു 10-20 വർഷങ്ങൾ ഓൾറെഡി സോളാർ മേഖലയിൽ പരിചയസമ്പത്തുള്ളവരായിരിക്കും. അങ്ങനെയുള്ള ഒരു കാറ്റഗറൈസായ ഒരു വെൻഡേഴ്സിൻ്റെ അടുത്താണ് നിങ്ങൾ ചെയ്തതെങ്കിൽ അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ബെഞ്ച് മാർക്കിനേക്കാളും റേറ്റ് കൂടുതൽ വരുന്നത്. അല്ലാത്ത പക്ഷം ഇവയൊന്നുമല്ല, ഈ മൈക്രോ ഇൻവേർട്ടേഴ്സോ ഫെർഗോളയോ റെപ്യൂട്ടഡ് ആയ കമ്പനിയോ ഒന്നുമല്ലാത്തൊരു പക്ഷം നിങ്ങൾക്ക് കിട്ടിയ കൊട്ടേഷൻ കൂടുതലാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ആ കൊട്ടേഷൻ കെയർഫുള്ളായി നോക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ സോളാർ ഇൻസ്റ്റാളറിൽ നിന്ന് കിട്ടിയ കൊട്ടേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ബെഞ്ച് മാർക്കിനേക്കാൾ കുറഞ്ഞതാണെങ്കിൽ ഇത് കുറച്ചും കൂടെ നമ്മൾ നല്ല രീതിയിൽ കെയർഫുള്ളായി ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്തെന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന വെണ്ടർ ചിലപ്പോൾ ഒരു പുതിയ വെണ്ടർ ആയിരിക്കാം. അല്ലെങ്കിൽ ഒട്ടുമിക്ക കേസുകളിൽ നമ്മൾ കാണുന്ന പോലെ അവർ അവരുടെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഗുണമേന്മയിലും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തിരിക്കും. അതായത് പാനലുകൾ പഴയതോ അല്ലെങ്കിൽ ഗുണമേന്മയില്ലാത്തോ പാനലുകൾ ഉപയോഗിക്കും. ഇൻവേർട്ടേഴ്സ് ആണെങ്കിലും അതിലുപയോഗിക്കുന്ന വയേഴ്സ് ആണെങ്കിലും അതിങ്ങനെ പോകേണ്ട എല്ലാ കാര്യങ്ങൾക്കും അവർ ഗുണമേന്മയിൽ ക്വാളിറ്റിയിലും അവർ കുറഞ്ഞ രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കും. അപ്പോൾ അവർക്ക് റേറ്റിലും കുറയ്ക്കാം.
സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ നോർമലി ക്വാളിറ്റി കുറച്ചിട്ട് അതുപോലെ തന്നെ ടോട്ടൽ പ്രൈസിലും വരുന്ന മാറ്റങ്ങൾ വരുത്തും. ഇതുമാത്രമല്ല, ഇങ്ങനെയുള്ള കൊട്ടേഷനുകളിൽ അവർ ഒരിക്കലും മെയിൻ്റനൻസ് കോസ്റ്റുകൾ ആഡ് ചെയ്യില്ല. ഈ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ് ആഫ്റ്റർ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പേയ്മെൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ വെണ്ടർക്ക് വരുന്ന പേയ്മെൻറ്റ് സൈഡ്. ഈ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് തരുന്ന കൊട്ടേഷനിൽ കാണിക്കില്ല. കാരണം ഒരു 2-3 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് എന്തെങ്കിലും നമ്മുടെ പ്ലാന്റ് നല്ലപോലെ പ്രവർത്തനമല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ വെണ്ടറിൻ്റെ അടുത്ത് നമ്മൾ പറയുമ്പോൾ അവർക്ക് വീണ്ടും ഒരു അവസരമാണ് കൂടുതൽ നമ്മളെ ചാർജ് ചെയ്യും. കാരണം നമ്മൾ മെയിൻ്റനൻസിൽ വന്നു, മെയിൻ്റനൻസ് കോസ്റ്റ് ഇത്രയായി, 10,000 5,000 എന്ന് പറഞ്ഞ് നമ്മളെ കയ്യിൽ നിന്ന് മെയിൻ്റനൻസ് കോസ്റ്റ് ഈടാക്കും. അവർ തന്ന കൊട്ടേഷനിലും അവർ പറഞ്ഞിട്ടുണ്ട് മെയിൻ്റനൻസ് കോസ്റ്റ് ആഡ് ചെയ്യുന്നില്ല എന്ന്. സോ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ കൂടുതലായിട്ട് കെയർഫുള്ളായി നോക്കേണ്ടത്. നമുക്ക് തരുന്ന ക്വാളിറ്റി ഒരിക്കലും കുറയാത്ത ഒരു പ്ലാന്റ് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ ഒരു 3 കിലോവാട്ട് സോളാറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ലൈക്ക് അതിൻ്റെ പ്രൈസ് ആണെങ്കിലും, പാനൽസിനെ കുറിച്ചാണെങ്കിലും, ഇൻവേർട്ടേഴ്സ് ആണെങ്കിലും, അതിൻ്റെ ഓരോരോ കമ്പോണൻസിനെ കുറിച്ചാണെങ്കിലും നമ്മൾ ഏറെക്കുറെ ഒരു വിശദമായ വീഡിയോ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ സംസാരിച്ചിരിക്കുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണ്. കൂടാതെ നിങ്ങൾക്കൊരു 3 കിലോവാട്ട് സിസ്റ്റം നിങ്ങളുടെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 3 കിലോവാട്ടിൻ്റെ പ്രൈസ് ഏതെങ്കിലും വെണ്ടറിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ഈ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് 3 കിലോവാട്ടിന് പുറമെ മറ്റെന്തെങ്കിലും വില അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണ്ട കപ്പാസിറ്റിയും സ്ഥലവും നൽകി വില പരിശോധിക്കാവുന്നതാണ്. കൂടാതെ സോളാറിൻ്റെ ഉപകാരപ്രദമായ വീഡിയോകൾ കാണാനും അതിനെക്കുറിച്ച് അറിയുവാനും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.